നിങ്ങൾ ഈ വിഷയം ഗൗരവത്തിൽ എല്ലാ പൊതുസമൂഹവും ഇപ്പോൾ വിദഗ്ധരുമൊക്കെ മനുഷ്യന്റെ പക്ഷത്തു നിന്ന് സംസാരിക്കാൻ തുടങ്ങുന്നതിനകത്ത് വലിയ സന്തോഷമുണ്ട്. 10 വർഷങ്ങൾക്കൊക്കെ മുമ്പ് നമ്മൾ ഈ കാര്യം പറയുന്ന ഘട്ടത്തിൽ ഞങ്ങളെ പോലുള്ള ആളുകൾ, പ്രത്യേകിച്ച് ജോയ്സ് ജോർജിനെയൊക്കെ പോലെ ആളുകളൊക്കെ അനാവശ്യമായ ഭീതി പലർത്തുന്നു, ജനങ്ങളെ വല്ലാണ്ട് ഭീതിപ്പെടുത്തുന്നു എന്നൊക്കെയുള്ള ഒരു നറേറ്റീവിൽ നിന്ന് ഇപ്പോൾ ജനങ്ങളുടെ പക്ഷത്തേക്ക് നമ്മൾ എല്ലാവരും എത്തുന്നത് ഗുണകരമായൊരു മാറ്റമാണ്. മാത്രമല്ല, ഈ വിഷയത്തിനകത്ത് കൃത്യമായ ശാസ്ത്രീയമായ സമീപനമാണ് ഉണ്ടാവേണ്ടത്. ആ ശാസ്ത്രീയമായ സമീപനം എന്തെന്ന് ലോകത്താകമാനം നമ്മുടെ മുമ്പിൽ മാതൃകകളുണ്ട്. അപ്പൊ നമുക്കറിയാം, നമ്മളുടെ ഈ 1972 വന്യജീവി സംരക്ഷണ നിയമം ഉണ്ടാകുമ്പോൾ പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ലൈഫ് ആണ്, വന്യജീവികളുടെ സംരക്ഷണം എന്നാണ് 72 നമ്മുടെ സങ്കല്പം. പക്ഷെ അതിനുശേഷം പിന്നീട് ലോകം ഈ പ്രൊട്ടക്ഷനിൽ നിന്ന് കൺസർവേഷനിലേക്കും, കൺസർവേഷനിൽ നിന്ന് കൺസർവേഷൻ ആൻഡ് മാനേജ്മെന്റിലേക്കും, പിന്നീട് സസ്റ്റൈനബിൾ മാനേജ്മെന്റ് ഓഫ് വൈൽഡ് ലൈഫ് എന്ന സങ്കല്പത്തിലേക്കും എത്തി. ഇപ്പൊ ICBPന്റെ ഒക്കെ യുഎന്റെ കീഴിലുള്ള ഏജൻസീസ് ആണ്, അവരുടെയൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഠനം അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ അവരുടെ കൺസെപ്റ്റ് പേപ്പേഴ്സ് അനുസരിച്ചിട്ട് സസ്റ്റൈനബിൾ മാനേജ്മെന്റ് ഓഫ് വൈൽഡ് ലൈഫ്, സസ്റ്റൈനബിൾ മാനേജ്മെന്റ് ഓഫ് വൈൽഡ് ലൈഫിനെ ഇന്റർപ്രറ്റ് ചെയ്യുക ടു കൺസർവ് എന്നാണ്. ആവശ്യം കൂടുതലുള്ളതിനെ കൊല്ലുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന വളരെ വൈരുദ്ധ്യമുള്ള 2 പദങ്ങളാണെങ്കിൽ പോലും അങ്ങോട്ട് ലോകം എത്തി നിൽക്കുമ്പോഴാണ് നമ്മളിവിടെ വന്യജീവികൾ വല്ലാണ്ട് വർദ്ധിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അതിനകത്ത് കോറിഡോർ ഉണ്ടാക്കിയും മനുഷ്യനെ മാറ്റിയിട്ടും സംരക്ഷിക്കണമെന്ന തലതിരിഞ്ഞ സംരക്ഷണ സമീപനത്തിൽ എത്തുന്നത്. അതാണ് ഇതിനകത്ത് ആദ്യമായി മാറേണ്ടത്. അതനുസരിച്ചുള്ള കൃത്യമായ ശാസ്ത്രീയ സമീപനവും നിയമനിർമ്മാണങ്ങളും ആ തരത്തിലേക്ക് മാറേണ്ടത്. പക്ഷേ അതുണ്ടാകുന്നതിന് വരെ ആളുകളെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. അതിന് കൃത്യമായി ഓരോ പ്രദേശത്തും അതിനനുസരിച്ചിട്ടുള്ള പദ്ധതികൾ ഉണ്ടാവണം. ഇപ്പൊ ഇടുക്കി പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ പാർലമെന്റ് അംഗം എന്ന സ്ഥാനാർത്ഥിയാകിയ ഘട്ടത്തിൽ തന്നെ കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാൻ, ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ ഒരു പദ്ധതിയും അതിന്റെ രൂപരേഖയും ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായാൽ ഈ വനാതിർത്തി പങ്കിടുന്ന മുഴുവൻ പ്രദേശവും ആ പ്രദേശങ്ങൾ കൃത്യമായി സംരക്ഷിക്കപ്പെടണം. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വനം വകുപ്പിന്റെ തനതായ ഫണ്ട്, മറ്റ് ഫണ്ടുകൾ, നമ്മൾ കിഡ്ബി ഫണ്ട്, അതുപോലെ റീബിൽഡ് കേരളന്റെ ഫണ്ട്, പഞ്ചായത്തുകളുടെ ഫണ്ടുകളൊക്കെ ഉപയോഗിച്ചുള്ള കുറെ പദ്ധതികൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ പദ്ധതികൾ തമ്മിലൊരു ഏകോപനമോ സംയോജനമോ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളോ ഉണ്ടാകുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതിന് കൃത്യമായി ഒരു ഏകോപനം ഉണ്ടാവേണ്ടത്. അപ്പോൾ പാർലമെന്റ് അംഗമായി ജയിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായാൽ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിന്റെ വനാതിർത്തി പങ്കിടുന്ന മുഴുവൻ പ്രദേശങ്ങളുടെയും ഈ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന തരത്തിലേക്കുള്ള എല്ലാ വകുപ്പുകളുടെയും ഇതുമായി ബന്ധപ്പെട്ട ലൈൻ ഡിപ്പാർട്ട്മെന്റുകൾ മുഴുവൻ, അതുപോലെ തന്നെ ജനപ്രതിനിധികൾ എല്ലാവരുടെയും പങ്കാളിത്തത്തോടുകൂടി പാർട്ടിസിപ്പേറ്ററി ആയി, സയന്റിഫിക് ആയി, പ്രൊഫഷണലായി ഒരു കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കും. ആ മാസ്റ്റർ പ്ലാനിൽ ഈ പറയുന്ന ഇപ്പൊ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഫണ്ടിന് പുറത്ത് CSR ഫണ്ട് ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ നമ്മൾ കൊണ്ടുവരും, അല്ലെങ്കിൽ അത് ലഭ്യമാക്കും. എന്നിട്ട് ഇതിനുള്ള പദ്ധതി നടപ്പിലാക്കുകയും അതിനും പണം തികയാതെ വരുന്ന ബ്രിഡ്ജിങ്ങിന് വേണ്ടിയിട്ട് MP ഫണ്ടിന്റെ ഏതാണ്ട് 30% കൂടുതൽ പൈസ, ഏറ്റവും കുറഞ്ഞത് 30% അതിന്റെ ബ്രിഡ്ജിങ്ങിനായി മാറ്റിവെച്ചുകൊണ്ട് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിന്റെ വനാതിർത്തി പങ്കിടുന്ന മുഴുവൻ പ്രദേശവും കൃത്യമായി ഫെൻസ് ചെയ്യും, പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ഈ വിഷയം അവസാനിക്കില്ല. വനത്തിനകത്ത് ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഈ വെള്ളം ഉണ്ടാക്കുന്നതിനും കാടിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനൊക്കെ വേണ്ടി വനംവകുപ്പിന്റേതായി നടക്കുന്നുണ്ട്. ഒട്ടും സുതാര്യമല്ലാതെ ആ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. എല്ലാ വേനൽക്കാലത്തും മൃഗങ്ങൾ കാട് വിട്ട് പുറത്തേക്ക് വരികയാണ്. അപ്പൊ അതിനെ സംബന്ധിച്ചൊരു സോഷ്യൽ ഓഡിറ്റിംഗ് ഉണ്ടാവണം, അതിനൊരു സുതാര്യത ഉണ്ടാവണം. ആ സുതാര്യതയും സോഷ്യൽ ഓഡിറ്റിംഗും വരുത്തിക്കൊണ്ട് കാടിന്റെ ആവാസ വ്യവസ്ഥയും അതിന്റെ ആരോഗ്യം സംരക്ഷിക്കും. ചെയ്യുമെന്നതിനെ പറ്റിയാണ് അങ്ങ് പറയുന്നത്. അതിനപ്പുറത്തേക്ക് നമ്മൾ നിലവിൽ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യം. അങ്ങ് ഇപ്പോൾ LDFനെ പ്രതിനിധീകരിച്ച് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഭരിക്കുന്ന സർക്കാർ എന്തുകൊണ്ട് ഇതൊന്നും ചെയ്യുന്നില്ല? ഈ ഐഡിയ ഒന്നും ആർക്കും ഇല്ലാത്തതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അങ്ങൊക്കെ നിരവധി തവണ പറഞ്ഞു പോയിട്ടുള്ളതാണല്ലോ ഒരുപാട് പേർ. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഇനി നാളെ നമ്മൾ എന്തോ ചെയ്യുന്നല്ല, ഇന്ന് നമ്മൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ചോദ്യമാണല്ലോ ഉയരുന്നത്. നിയമനിർമ്മാണം, അതുണ്ടാക്കി വെച്ചിട്ടുള്ള പൊതുബോധം. ഞാൻ ഈ കേസുമൊക്കെയായി ബന്ധപ്പെട്ട് നിരന്തരമായി കോടതികളിൽ ഈ ദിവസങ്ങളിൽ ഹാജരാകുന്ന വക്കീൽ കൂടിയാണ്. ബഹുമാനപ്പെട്ട കോടതികൾ, ഒരു ഡിവിഷൻ ബെഞ്ച്, ഒരു സിംഗിൾ ബെഞ്ചിന്റെ മുമ്പിൽ നമ്മൾ കേസ് വാദിക്കുമ്പോൾ കോടതികൾ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ ജനങ്ങളെല്ലാം വനത്തിലേക്ക് കയറുന്നത്, കാട്ടിൽ മൃഗങ്ങൾ ആക്രമിക്കുന്നതിന് എന്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള പൊതുബോധത്തിന്റെ മുമ്പിലാണ് ഞങ്ങൾ മലയോരത്തെ ജനങ്ങൾ നിൽക്കുന്നത്. അങ്ങനെ ജനങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥലത്ത് കോടതികൾ ഇപ്പോൾ അരിക്കൊമ്പനെ പിടിച്ചുകൊണ്ട് പോകുന്നതിന് വേണ്ടി ഉത്തരവ് കൊടുക്കുമ്പോൾ അത് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറയുന്ന കോടതിയാണ് അപ്പുറം നിൽക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ നിയമവും കോടതിയും മറ്റ് സംവിധാനങ്ങളും മുഴുവൻ എതിരായി നിൽക്കുകയാണ്. അപ്പൊ അതിനെതിരെ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാവേണ്ടതുണ്ട്, പൊതുബോധ നിർമ്മിതി ഉണ്ടാവേണ്ടതുണ്ട്. ഇതിപ്പോ ഈ ആനയും വന്യമൃഗശല്യവും ഇന്നലെയോ ഇന്നോ, അല്ലെങ്കിൽ ഇപ്പൊ ഈ പാർലമെന്റ് ഇലക്ഷൻ വരുമ്പോഴത്തേനും LDFനെ തോൽപ്പിക്കാൻ വേണ്ടി ആ ആനയും പുലിയും കഴിവേലും അങ്ങോട്ട് കൂടി കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നതല്ലോ. ഇത് സ്വാഭാവികമായും ഉണ്ടാകുന്ന, വർഷങ്ങളായി ഉണ്ടാകുന്ന
സ്വാഭാവികമായിട്ട് അതിനെ നമുക്ക് ചോദിക്കാനുള്ളത് ഇത് എൽ ഡി എഫിന് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കാട്ടിനിറങ്ങി വരുന്നല്ല. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്തി. ഞാനൊന്ന് ഡീൻ കുര്യാക്കോസിലേക്ക് കൂടി പോവുകയാണെങ്കിൽ അല്ല അങ്ങൊന്ന് തുടരണം. അല്ലല്ല, നിങ്ങളുടെ ഈ രാഷ്ട്രീയ ചർച്ചയിൽ എനിക്ക് താല്പര്യമില്ല. ഞാൻ പാർലമെന്റിൽ രാഷ്ട്രീയ ചർച്ചയല്ല, സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ ചർച്ചയല്ല. അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ജനങ്ങളുടെ ജീവിത പ്രശ്നമാണ്. അതിനകത്ത് മാതൃഭൂമിയുടെ ദുഷ്ടലാക്ക് അറിയാവുന്നതുകൊണ്ടാണ്. എന്താണെങ്കിലും ഞാൻ ഒരു ദുഷ്ടലാക്കില്ല. ഇതില് ദുഷ്ടലാക്കിന്റെ ആവശ്യം എന്താണ് സാർ? അതായത് ഇവിടെ ജനങ്ങൾ ഇങ്ങനെ ആനയുടെ ചവിട്ടേറ്റ് ഒക്കെ മരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ എന്തൊരു ദുഷ്ടലാക്കോടെ പ്രവർത്തിക്കുന്നു? അതിന്റെ ആവശ്യം എന്താണ്? നിങ്ങൾ ഈ മരിക്കുമെന്ന് പറയുന്ന മനുഷ്യർക്കൊപ്പം നിൽക്കുകയും ആ മരണപ്പെട്ടു പോകുന്ന മനുഷ്യന്റെ പക്ഷത്ത് നിൽക്കുകയും അതിനുവേണ്ടി വർഷങ്ങളായി ശബ്ദിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. സ്വാഭാവികമായിട്ട് അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്, ഇല്ല എന്നൊരിക്കലും പറയുന്നില്ല, സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് അതിനകത്ത് ഗവൺമെന്റ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന് അപ്പുറത്ത് നിൽക്കുന്ന എക്സിക്യൂട്ടീവ്, ആ എക്സിക്യൂട്ടീവിനെ സംബന്ധിച്ച് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതിന്റെ പെർസെപ്ഷനിൽ, ഇതിന്റെ നടപടികളിൽ, പൊതുബോധത്തിൽ അവർ നടപ്പിലാക്കുന്ന നടപടികളിലൊക്കെ ഒത്തിരിയേറെ ആക്ഷേപമുള്ള ആളുകളാണ് ഞങ്ങൾ എല്ലാവരും. അത് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ. അതൊക്കെ പല ഘട്ടങ്ങളിൽ പല സമയങ്ങളിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, പറഞ്ഞിട്ടുള്ളതാണ്, കൃത്യമായി നിലപാടെടുത്തിട്ടുള്ളതാണ്.